ദുബായ് എന്തുകൊണ്ട് ഇത്ര മുന്നിലെത്തുന്നു, അല്ലെങ്കിൽ UAE പോലെയുള്ള രാജ്യം നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ബേസിക്കലി നമ്മളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡെവലപ്ഡ് ആവാനുള്ള കാരണം എന്താണ്? ഞാൻ എല്ലാ ആസ്പെക്റ്റിലും ഇന്ത്യയെക്കാളേറെ UAE അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു ആസ്പെക്റ്റ് ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, എന്തുകൊണ്ടാണ് നമുക്ക് മറ്റ് പലരെക്കാളേറെയും നമുക്ക് ഒരുപാട് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റാത്തത്, ലോങ് ലാസ്റ്റിംഗ് ആയി ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത്? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറയും ലാക്ക് ഓഫ് ലോങ് ലാസ്റ്റിംഗ് വിഷൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ UAEയിലെ TLS എക്സാം എന്ന് പറയുന്ന എക്സാമിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് UAEയുടെ വിഷനുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഞെട്ടിപ്പിക്കുന്ന റിയലൈസേഷൻ, ബേസിക്കലി എന്തുകൊണ്ട് വളരെ ചെറിയ കൊല്ലം കൊണ്ട് ദുബായ് പോലെയുള്ളൊരു സിറ്റി, UAE പോലെയുള്ള രാജ്യം ഇത്രയധികം ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം സത്യം പറഞ്ഞാൽ അത് വായിച്ചപ്പോൾ പഠിച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഞാനത് പഠിച്ചത് ഈ എക്സാമിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ദ തിങ് ഈസ് റിഗാർഡിങ് UAE's വിഷൻ. ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കാം, നമുക്ക് എത്ര കൊല്ലത്തെ ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാവും? നമുക്ക് എത്ര കൊല്ലത്തെ വിഷൻ ഉണ്ടാവും? എത്ര കൊല്ലത്തുണ്ടാവും? നിങ്ങൾക്ക് ഉണ്ടാവും. അത് നമ്മുടെ രാജ്യത്തിന്, ബാക്കിയുള്ള രാജ്യങ്ങൾക്ക്, ഡിഫറെൻറ്റ് രാജ്യങ്ങൾക്ക്, ഞാൻ ഏത് കൺട്രി സ്പെസിഫിക് ആയിട്ട് പോകുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് പഠിച്ച സമയത്ത് മനസ്സിലായത് UAEക്ക് ഒരു വിഷൻ 2021 ഉണ്ട്. 2021 കഴിഞ്ഞൊരു വിഷൻ ഉണ്ട്. 2031 ഉണ്ട്. 2031 എന്നുള്ള വിഷനും മോസ്റ്റ് ഓഫ് ദ രാജ്യങ്ങൾക്ക് ഉണ്ടാവും. UAEക്ക് 2050 എന്നുള്ള വിഷനുണ്ട്. 2050 എന്നുള്ള വിഷൻ അത്ര രാജ്യങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, മേ ബി അപൂർവ രാജ്യങ്ങൾക്ക് ഉണ്ടായേക്കാം. പക്ഷേ UAEയുടെ കേസ് അവിടെയും നിൽക്കുന്നില്ല. UAEക്ക് 2071 വിഷനുണ്ട്. ഓക്കെ, 2070s ഓക്കെ വിഷൻ UAEക്ക് ഉണ്ട്. ഓക്കെ, അവിടെയും നിൽക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അത്ഭുതം. 2117 2117 എന്നുള്ള ഇയറിലേക്ക് മാർസിൽ സെറ്റിൽമെൻ്റ് ഒക്കെ ആവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷൻ UAEക്ക് ഉണ്ട്. അത് ഏകദേശം അടുത്തൊരു 100 ഇയേഴ്സിനുള്ളൊരു വിഷൻ പ്ലാൻ സ്ട്രക്ചറൊക്കെ ഉള്ളൊരു രാജ്യമാണ് UAE. നമുക്ക് എത്ര കൊല്ലത്തെ പ്ലാൻ ഉണ്ട്? ഡെഫിനറ്റ്ലി ആ വിഷനുകളെല്ലാം നടക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അതിലെ പല വിഷനുകളും പ്ലാനുകളും നടക്കുന്ന സമയത്ത് ആ വിഷൻ ഉണ്ടാക്കിയ ഭരണാധികാരികളോ ലീഡേഴ്സോ എല്ലാം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവിടെയുള്ളതെന്ന് വെച്ചാൽ വിഷൻ ഈസ് എ കൾച്ചർ, അതൊരു ഇൻഡിവിജ്വൽ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കാലത്തേക്കുള്ള പ്ലാനുകളുണ്ട്? നമുക്ക് എത്ര കാലത്തേക്കുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് എത്ര കാലത്തേക്ക് നമ്മളെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് നമ്മൾ കാണുന്നുണ്ട്? ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് നമ്മൾ ഗോളുണ്ട്, ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് നമുക്ക് പ്ലാനുകളുണ്ട്, നമ്മുടെ സിസ്റ്റംസിനുണ്ട്, നമ്മുടെ രാജ്യത്തിനുണ്ട്, ഓക്കെ, നമ്മളെ ഗവൺമെൻറ്റുകൾക്കുണ്ട് എന്നുള്ളതാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്നുള്ളത്. അപ്പം ഒരുപാട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ഒരുപാട് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാവേണ്ട ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ലോങ് ലാസ്റ്റിംഗ് വിഷനാണെന്ന് മനസ്സിലാക്കുക. ഇൻഡിവിജ്വലി ഞാൻ ഉൾപ്പെടെ നമുക്കൊക്കെ ഉള്ളത് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനികളാണെങ്കിൽ കമ്പനികൾക്ക് വേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ടത്, ഗവൺമെൻറ്റുകൾക്ക് വേണ്ടത്, രാജ്യങ്ങൾക്ക് വേണ്ടത്, എല്ലാത്തിനും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വിഷനുകളും പ്ലാനുകളും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ മനുഷ്യന്മാരെയും പോലെ നിങ്ങളും നമ്മളെല്ലാവരും നന്നായിട്ട് വളരണം എന്നുള്ളതും ജീവിതത്തിൽ ഫ്രീഡം ഉണ്ടാവണം എന്നുള്ളതും ഒരുപാട് വലിയ പൊസിഷനുകൾ എത്തണം എന്നുള്ളതും ആഗ്രഹിക്കുന്നവരാണ്. UAE പോലെ അല്ലെങ്കിൽ ദുബായിയെ പോലെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ആവണം, ഡെവലപ്ഡ് ആവണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെന്നുള്ളത്. അപ്പോൾ അത് നമ്മളാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ദുബായിയെ പോലെ തന്നെ UAE പോലെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ലോങ് ലാസ്റ്റിംഗ് വിഷനുള്ള ഒരാൾ കൂടിയാണ് നമ്മളെന്ന് ഉറപ്പുവരുത്തുക. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ വിഷനുകളിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ.